ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരവുകൾ നിറഞ്ഞ തലക്കോട്ട് മൂല ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി അധ്യക്ഷനും അനുഗ്രഹീതമായ ഈ സംഗമത്തിന്റെ അധ്യക്ഷനുമായ ബഹുമാനനായ ഉസ്താദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ അവർകൾ, അനുഗ്രഹീതമായ സദസ്സ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയ സുഹൃത്ത് ബഹുമാന്യനായ ഷിഹാബുദ്ദീൻ അഹ്സനി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സുഹൈൽ സഖാഫി, അതുപോലെ തന്നെ ബഹുമാന്യനായ മുനീർ ഹാഷിമി, മുഹമ്മദ് ബഷീർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ വരവിന് മുന്നെയായി റമളാനിനെ കുറിച്ച് ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവലും റമളാനിനെ കുറിച്ചുള്ളതായ മഹത്വങ്ങൾ കേട്ട് ഒരു ആവേശം ഉണ്ടാവലുമൊക്കെ റമളാനിന്റെ അമലുകൾക്കേറെ സഹായമാകും എന്നത് തീർച്ചയാണ്. പഴയ കാലം മുതൽക്ക് അങ്ങനെ ചില രീതികൾ, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ അർഹതയിൽ നമ്മുടെ ഈ സംഗമം ആവട്ടെ. അങ്ങനെ ആവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ മനുഷ്യനെ സംസ്കരിക്കുകയാണ്. മനുഷ്യനെ സംസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫലയസും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അനുഗ്രഹീതമായ മാസത്തിൽ സന്നിഹിതരായിട്ടുള്ള ആർക്കും, വിശേഷ ബുദ്ധിയുള്ള ആർക്കും, ചിന്തിക്കാൻ കഴിവുള്ള ആർക്കും നോമ്പെടുക്കാവുന്നതാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആരോഗ്യപരമായ പല ലക്ഷ്യങ്ങൾ നോമ്പിൽ ഉണ്ട് എന്നത് നമ്മൾ നിഷേധിക്കുന്നില്ല. അതിനെ പ്രാധാന്യവൽക്കരിച്ചുകൊണ്ട് മുന്നിൽ നിർത്തി പറയലുമില്ല. നോമ്പിന്റെ ലക്ഷ്യം ആത്മീയമാണ്, ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. എന്നാലും ആരോഗ്യപരമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കി മതഭേദമന്യേ റമളാനിന്റെ നോമ്പ് ജനകീയമായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഓതിവെച്ച ആയത്തിൽ ഫമാ ശഹീദ മിൻകുമുശ് ശഹ്ർ, ആ മൻ എന്ന പ്രയോഗം പണ്ഡിതന്മാരുള്ള സദസ്സല്ലേ, ഖാസത്തുൽ ലിൽ ഉഖലാ ആണ്, ബുദ്ധിയുള്ളവർക്ക് പറയപ്പെടുന്നതാണ്. വിശേഷ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും റമളാനിന്റെ നോമ്പ് എടുക്കാവുന്നതാണ്, അതിനെ ഏറ്റെടുക്കാവുന്നതാണ്. റമളാനിനെ കർമ്മങ്ങൾ കൊണ്ട് ഏതൊരാൾക്കും സ്വീകരിക്കാവുന്നതാണ്. അതൊരു ലോക നന്മയായാണ് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്? പട്ടിണി കിടക്കുന്ന എത്യോപ്യക്കാരന്റെയും മൊറോക്കോക്കാരന്റെയും ഉദരത്തിന്റെ വിശപ്പിന്റെ കാഠിന്യതയെ അമർത്തിപ്പിടിച്ചുകൊണ്ട് താൻ സഹിക്കുന്നതിനെ മറ്റാർക്കും ബോധ്യപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ വിഷമത്തിൽ കഴിയുന്ന ഏതൊരു പട്ടിണിക്കാരന്റെയും ഉദര നൊമ്പരത്തെ സഹാനുഭൂതി കൊണ്ടും ഒരു മനുഷ്യന്റെ സമ്പൽ സമൃദ്ധിയിൽ ഇല്ലായ്മയുടെ വില എന്ത് എന്ന് ബോധ്യപ്പെടാനുമൊക്കെ റമളാനിന്റെ നോമ്പ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുകയാണ്. മനുഷ്യൻ മനുഷ്യനാകുന്നത് അവന്റെ വൈകാരികമായ ആവേശങ്ങളിൽ നിന്നും വിവേകത്തിന്റെ പാതയിലേക്ക് എപ്പോൾ പരിമിതപ്പെടുന്നുവോ അപ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാലങ്ങളായി റമളാനിന്റെ നോമ്പ് ഉണ്ട്. നോമ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് നോമ്പ് മനുഷ്യനെ സംസ്കരിക്കാനുള്ളത് എന്നതാണ് എവിടെയും പറഞ്ഞിട്ടുള്ളത്. സംസ്കാര മനുഷ്യരിൽ ഉണ്ടോ? പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും അതുപോലെ നാം പറയുന്ന പല നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഇന്നിന്റെ ജീവിതത്തെ ഹരിതാഭമാക്കി കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും നാളെയുടെ ഭാവി സംസ്കാരമില്ല എന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഒളിച്ചോട്ടങ്ങളുടെ കാലമാണിത്. ലഹരി ഉപയോഗത്തിന്റെ കാലമാണിത്. പരസ്പരം മനുഷ്യനെ കടിച്ചു തീർന്ന കാലമാണ്. കൊലപാതകത്തിന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ രക്തത്തിന്റെ അറപ്പ് മാറിയ അവസ്ഥയിലേക്ക് കിരാതമായ പ്രവർത്തനങ്ങൾ അഴിഞ്ഞാടുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിലെ, ഈ വർത്തമാന സാഹചര്യത്തിലെ ഏറ്റവും വിലയുള്ള ഒരു പ്രമേയമാണ് മനുഷ്യനിൽ ഒരു സംസ്കാരമുണ്ടാക്കാൻ റമളാനിന്റെ നോമ്പ് ഹൃദയത്തിന് നൽകുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രഭ, ആത്മീയ പ്രഭ, ആത്മാവിനെ നന്നാക്കുന്ന, ചിന്താഗതിയെ സംസ്കരിക്കുന്ന ഒരു പ്രഭ. അത് റമളാന്റെ നോമ്പ് കൊണ്ട് കിട്ടുമെന്നാ പറഞ്ഞത്.
റമദാന്റെ നോമ്പ് എന്തിനുള്ളതാണ്? മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിനെ പേടിച്ച്, അസാന്നിധ്യത്തിൽ റബ്ബിനെ പേടിച്ച് കഴിയുന്നവൻ എന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് റമദാന്റെ നോമ്പ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ അർത്ഥത്തിൽ നമ്മുടെ നോമ്പുകൾ ആകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാലം എത്രയായി റമദാനിനെ വരവേൽക്കുന്നു. റമദാൻ തന്ന എന്തു വിശുദ്ധിയാ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മാസം നമ്മെ അടച്ചുപൂട്ടി ഇടപ്പെട്ട പോലെ ജീവിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ പൈശാചിക താവളത്തിലേക്ക് വീണ്ടും നമ്മൾ വിരുന്നിന് പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. റമദാൻ വന്നാൽ റമദാന്റെ ഏകദേശം ഒരാഴ്ച മുന്നേ TV ഓഫ് ചെയ്യുന്നു എന്ന ഒരു പ്രഖ്യാപനം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതിന്റെ ആവശ്യമില്ല. കാരണം അതിലും അലമ്പ് പിടിച്ച കാര്യങ്ങളിലാ ഇന്ന് നമ്മളുടെ ദൃശ്യ ശ്രാവ്യ കേന്ദ്രങ്ങൾ മുഴുവനും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് TV ഓഫ് ചെയ്യൂ എന്ന് പണ്ട് അബ്ദുൽ നാസർ മഅദനി ഉസ്താദൊക്കെ പ്രസംഗിച്ച കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ കാലമൊന്നുമല്ല. അതിലും അപ്പുറത്തേക്ക് ആൻഡ്രോയിഡിന്റെയും ആപ്പിളിന്റെയും നീലവെളിച്ചം മനുഷ്യ ജീവിതത്തെ ഹോമിച്ചു കൊണ്ടുപോകുന്നത് എത്ര മലീമസമായ അവസ്ഥയിലേക്ക് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഏത് സമയവും അവന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. എന്താണ് അവന്റെ യഥാർത്ഥ സ്വഭാവം? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലഖനൂദ്. നന്ദി കെട്ടവനാ, സംസ്കാരമില്ലാത്തവനാ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇല്ലെങ്കിൽ അവൻ പരാജയപ്പെടുന്നവനാ. അതാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ആ സൈക്കോളജിക്കലായിട്ടുള്ള എന്തൊക്കെയോ തിരിഞ്ഞ അതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള മലക്കുകളാണ് അന്ന് ചോദിച്ചിരുന്നത്. അള്ളാഹുവോട് ചോദിച്ചത് രക്തച്ചൊരിച്ചൽ അവന്റെ ജന്മസിദ്ധമായ ഒരു ഗുണമാണ്. രക്തത്തോട് ആർത്തി പിടിച്ച മനുഷ്യൻ, മൃഗീയത അവനിലുണ്ട്. മനുഷ്യൻ എന്ന വാക്കിന് പോലും മഹാന്മാരായ മന്തിഖിന്റെ പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന നിർവചനം ഹയവാൻ നാത്തിഖ്, സംസാരിക്കുന്ന മൃഗം, സംസാരിക്കുന്ന ജീവി എന്നാണ്. ഹയവാനിയത്ത് മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കാണ്. ഹയവാനിയത്തുള്ള മനുഷ്യനെ പറ്റി ഖുർആൻ പറഞ്ഞു, 7 കിതാബുകൾ കൊണ്ട്, തൗറാത്തിന്റെ തങ്കലിപികൾ കൊണ്ട് സംസ്കാരം കിട്ടാതെ പോയ ഇസ്രായേലി സമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞു അവർ കഴുതകളാണ് എന്നാ പറഞ്ഞത്. കഴുതകളുടെ മുകളിൽ 7 കൂമ്പാരങ്ങൾ കയറ്റി വെച്ചാൽ കഴുതക്ക് അതുകൊണ്ട് ഉപകാരമില്ലാത്ത പോലെ സഹസ്രക്കണക്കിന് പ്രവാചക പുങ്കവരെ കൊണ്ട് പരിശുദ്ധ ദീനിന്റെ തത്വസംഹിതകൾ കേട്ടിട്ട് സംസ്കാരം കിട്ടാത്ത ഇസ്രായേലി സമൂഹം അത്രത്തോളം അധപ്പതിച്ചു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ സംസ്കാരമില്ലാത്ത മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച്, കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് കൂനു ഖിർദത്തൻ ഖാസിഇൻ എന്ന, കുരങ്ങിനേക്കാളും നിന്ദരായി പോകൂ എന്ന. എവിടെയും ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഉള്ള ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ, നന്മയെ സ്വീകരിക്കാൻ തയ്യാറാവാതെ മുഖം തിരിച്ചും, നല്ലത് കേൾക്കുന്നിടത്ത് നിന്ന് കാതിനെ തിരിച്ചും, നല്ലത് കാണാൻ അവസരമുണ്ടായിട്ട് അതിനെ നിഷേധിച്ചും, ആ നല്ല അവസരത്തെ സ്വന്തം കണ്ണുകൾക്ക് നിഷേധിച്ചും ദംശനം ചെയ്തും സ്വന്തം ഇച്ഛകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യനെ പറ്റി പിന്നെയും പറഞ്ഞു ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. മൃഗത്തെക്കാളും താഴെ, മുശബ്ബഹ് ബിഹി അഅലയാണ്, മൃഗത്തെക്കാൾ താഴെ. ഉലൈക കൽ അൻആം, മൃഗത്തെക്കാൾ താഴെയാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ബേസിൽ നിന്നിട്ടാണ് മനുഷ്യനെ ഖുർആൻ സംസ്കരിക്കുന്നത്. മനുഷ്യൻ ഉള്ള കാലത്തോളം നോമ്പ് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ നോമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമ്മെ നിയന്ത്രിക്കാൻ പരിശുദ്ധ റമദാനിന്റെ സിലബസ്, ആ ഒരു പാഠശാല നമുക്ക് 11 മാസം ജീവിക്കാനുള്ളതായ സംസ്കാരത്തിന് 1 മാസത്തെ ഒരു കർശനമായ നിയന്ത്രണം, കണിശിതമായ നിയന്ത്രണം നമ്മളിൽ ഉണ്ടായേ പറ്റൂ. അല്ലാതെ നമ്മൾ നന്നാവൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുന്നേ ജീവിച്ചു പോയ ആളുകൾക്ക് മുഴുവൻ
നോമ്പ് ഫർളാക്കപ്പെട്ട പോലെ. അപ്പൊ മുൻഗാമികൾക്ക് നോമ്പ് ഫർളായിരുന്നു, അതുപോലെ നിങ്ങൾക്കും ഫർളാണ്. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ. മോണിറ്ററിലേഷൻ കൂടി. ലഅല്ലക്കും തത്തഖൂൻ, ഹൃദയം നന്നാവാൻ വേണ്ടിയിട്ടാണ്, ഉള്ള് നന്നാവാൻ വേണ്ടിയിട്ടാ നിങ്ങളുടെ നോമ്പ് എന്ന് ഖുർആൻ. ഉള്ള് നന്നായോ ഇല്ലയോ അല്ലാഹു അഅലം. അല്ലാഹു നന്നാക്കി തരട്ടെ. ഉള്ള് നന്നാവല വിഷയം. അത് നന്നായ ശരീരം മുഴുവൻ നന്നായി എന്ന് മുഹമ്മദ് നബി ഉറക്കെ പറയൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹാനായ ഒരു വലിയ സയ്യിദിന്റെ, നമ്മുടെ ഇമാമായിരുന്ന സയ്യിദ് ഹുസൈൻ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ അനുഗ്രഹീതമായ ഈ നഗർ ഇവിടെ ഒരുക്കപ്പെടുമ്പോൾ സ്വലാത്തിൽ കുറവ് വരാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളു നന്നാവാൻ ഉള്ളിലൊരു മാംസപിണ്ഡമുണ്ട്. ഹൗള് ചെയ്ത കുറച്ച് മതി കേട്ടോ ഇൻഷാ അല്ലാഹ്. ഉള്ളിലൊരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ആ ശരീരം, ആ ജീവിതം മുഴുവൻ നന്നായി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നോക്കുന്നത് ആ ഉള്ളിലെ മാംസപിണ്ഡത്തിലേക്ക്. മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പൂർവീകർക്ക് മുഴുവൻ നോമ്പുണ്ടായിരുന്നു. അതിൽ പല ലക്ഷ്യങ്ങളും മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു വിലക്കിയ കനി സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം കഴിച്ചത് ദഹിക്കാതെ കിടന്നത് 30 നാളുകളാണെന്നും രാപ്പകൽ ഭേദമന്യേ ആദം നബി നോമ്പെടുത്തുന്നു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദഹനം സാധ്യമാവാൻ വേണ്ടി. ശേഷം വിസർജനം ഭൂമിയിൽ. സ്വർഗത്തിൽ വിസർജനം ഇല്ല. സ്വർഗത്തിലെ വിസർജനം കസ്തൂരിയേക്കാൾ വാസനയുള്ള വിയർപ്പുകൾ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദുർഗന്ധം വമിക്കുന്ന ഒരു വിസർജനമായി പുറത്തു പോകേണ്ട ഒരു സംവിധാനം സ്വർഗത്തിലില്ല. അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും വെളുത്തവാവിന്റെ നോമ്പുകൾ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു എന്ന് കൃത്യമായി തന്നെ ഹദീസിലുണ്ട്. അതായത് ആദം നബിയുടെ കാലം മുതൽക്ക് തന്നെ നോമ്പിന്റെ പഴക്കം. എന്തിനാണ് നോമ്പ്? മനുഷ്യനെ സംസ്കരിക്കാൻ. നോമ്പ് മനുഷ്യനെ സംസ്കരിക്കാനാണ്. ഉദരം പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ്. സഹാനുഭൂതിയുടെ മാസമാണ് റമദാൻ. സഹിഷ്ണുതയുടെ മാസമാണ് റമദാൻ. സ്നേഹത്തിന്റെ മാസമാണ് റമദാൻ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാന്റെ വരവില് ഒരു സന്തോഷം ഉണ്ടായ സ്വർഗ്ഗാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റമദാന്റെ വരവില് സന്തോഷം ഉണ്ടാവണമെങ്കിൽ റമദാനെ കുറിച്ച് ഒന്ന് അറിഞ്ഞേ പറ്റൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞത്. റമദാൻ എന്ന പേര് പോലും അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റമദാൻ? എന്റെ പ്രിയമുള്ളവരെ, ആ വാക്ക് പോലും, റമദാൻ എന്ന വാക്ക് പോലും ലോപിച്ചു വന്നിരിക്കുന്നത് റമള് എന്ന പ്രയോഗത്തിൽ നിന്ന്. റമള് എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ചു കിടക്കുന്ന കരിങ്കല്ല്. അതിന് അറബിയിൽ പറയും റമള്. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട്. റമള് എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ചു കിടക്കുന്ന ഒരു കരിങ്കല്ല്. ആ കരിങ്കല്ലിൽ, ചൂട് പിടിച്ചു കിടക്കുന്ന കരിങ്കല്ലിൽ ബാഷ്പ സാന്നിധ്യമുള്ള ജലക്കണങ്ങൾ എന്തെങ്കിലും ചാടിയാൽ അതിനെ ഉണക്കി കളയുന്ന പോലെ, കരിച്ചു കളയുന്ന പോലെ മനുഷ്യന്റെ 11 മാസത്തെ പാപങ്ങളെ പരിശുദ്ധ റമദാൻ കരിച്ചു കളയുകയാണ്. പിന്നെ ഒരു പ്രയോഗമാണ് റംളാ എന്ന പ്രയോഗം. അതിൽ നിന്നും നിഷ്പന്നമായതാണ് റമദാൻ. റംളാ എന്ന പ്രയോഗം പൊടിപിടിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്നൊരു പേമാരി പെയ്തിറങ്ങിയാൽ ആ പേമാരിയിൽ കുളിച്ചു നിൽക്കുന്ന ഭൂമിയിൽ പച്ച നിറത്തിലുള്ള പുല്ലുകളും പുഷ്പങ്ങളും കിളർത്തു വരുന്നത് എത്ര വലിയ മനോഹാരിത നൽകുന്നുവോ. പുണ്യങ്ങളുടെ വസന്തകാലമായി പരിശുദ്ധ റമദാൻ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ റംളാ എന്ന വാക്ക്, റംളായിൽ നിന്നും നിഷ്പന്നമായ റമദാൻ, അങ്ങനെ ഈ മഹാന്മാർ പറയുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് റമദാൻ എന്ന വാക്ക്, ആ ഒരു പ്രയോഗം തന്നെ അറബി മാസങ്ങളിൽ, ആ ഒരു പ്രയോഗം റമദാൻ എന്ന പ്രയോഗം അറബി മാസങ്ങളിലെ 12 മാസങ്ങളിൽ റമദാൻ എന്നൊരു പ്രയോഗം ഖുർആൻ എടുത്തു പറയാണ്. ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതം, ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതം റമദാൻ എന്നൊരു പേര് കൊണ്ട് ഖുർആൻ മറ്റു മാസങ്ങളിൽ നിന്നും റമദാനിനെ ഉദ്ധരിച്ചുകൊണ്ട് റമദാനിനെ പ്രത്യേകമാക്കുക, ശ്രേഷ്ഠവൽക്കരിക്കുക. അങ്ങനെയെല്ലാം പരിശുദ്ധമായ ഖുർആൻ റമദാനിന്റെ മഹത്വങ്ങൾ വാണോളം പുകഴ്ത്തി നമ്മുടെ മുന്നിൽ പറയാണ്. എന്തിനാണത്? ആ റമദാന്റെ മഹത്വങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടാൽ റമദാന്റെ വരവിൽ സന്തോഷം തോന്നും. റമദാന്റെ വരവിൽ ആരെങ്കിലും സന്തോഷിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ നരകം ഹറാം എന്ന് പുണ്യ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചിലര് ചിന്തിക്കാറുണ്ട് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. അങ്ങനെയുണ്ട് ചിലരുടെ ഉപജീവന മാർഗത്തിലൊക്കെ റമദാന്റെ നോമ്പിന്റെ തീഷ്ണമായ അവസ്ഥകളൊക്കെ പലപ്പോഴും ഇടപെടാറുണ്ട്. ചില കച്ചവടങ്ങളൊക്കെ നടക്കാതെ വരാറുണ്ട്. റമദാനിന്റെ പേരിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പലതും ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തീരുമാനിക്കും റമദാൻ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാലോ, എങ്ങനെയും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നതായി കാണാം. ഫത്ഹുൽ അല്ലാം ബിശ്റഹി മുർഷിദുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു തമന്നി സവാലി റമദാൻ മിനൽ കബായിർ. റമദാൻ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് വൻ പാപമാണ്. റമദാൻ ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് എവിടെയും ഒന്ന് ഹൃദയത്തിൽ തോന്നിപ്പോയാൽ തൗബ ചെയ്തേ പറ്റൂ, വൻ പാപം എന്ന് മഹാനായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ മുടിചൂടാ മന്നനായ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ അലാം ബിശ്റഹി മുർഷിദുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാന്മാരായ സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാ? ഒരാൾ റമദാൻ കഴിഞ്ഞിട്ട് ആ തെറ്റ് ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യൂന്ന് അങ്ങോട്ട് ഉള്ളിൽ എന്തായാലും റമദാനെ മാനിച്ചുകൊണ്ട് മാറ്റി വെച്ചതാ. ഈ തെറ്റുകളൊക്കെ റമദാൻ കഴിഞ്ഞ് എന്തായാലും നോമ്പ് കഴിയട്ടെ പിന്നെ കുഴപ്പമില്ലല്ലോ, ആ രീതിയിൽ ഒരു ചിന്താഗതി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഖാല കഅബ് മൻ സാമ റമദാൻ വഹുവ യുഹദ്ദിസു നഫ്സഹു ഇദാ അഫ്തറ ബഅദ റമദാൻ അൻ അസാ റബ്ബഹു ഫസിയാമുഹു അലൈഹി മർദൂദ്. റമദാൻ കഴിഞ്ഞിട്ട് ആ തെറ്റ് ചെയ്യാം, കുഴപ്പമില്ല, റമദാൻ എന്തായാലും കഴിയട്ടെ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് അവന്റെ മനസ്സിനെ അവൻ ബന്ധപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ റമദാനിനെടുക്കുന്ന അമലുകളെ അള്ളാഹു അവന് തന്നെ തിരിച്ചു കൊടുക്കും. അള്ളാഹുവിന് അമലുകൾ വേണ്ടെന്ന് മഹാന്മാർ പറയുകയാണ്. മാത്രവുമല്ല റമദാൻ കഴിഞ്ഞിട്ട് എനിക്ക് നന്നായി ജീവിക്കണം, ഈ റമദാനോട് കൂടെ നന്നാവണം എന്നൊരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ചിന്തിച്ചത് ഇദാ അഫ്തറ ബഅദ റമദാൻ അല്ലാ യഅസി അല്ലാഹ ദഖലൽ ജന്ന ബിഗൈരി ഹിസാബ് വലാ മസ്അല. ഖബറിലെ ചോദ്യം പോലും ഇല്ലാതെ മഹ്ശറയിലെ ഹിസാബ് എളുപ്പമായിട്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നത് റമദാൻ കഴിഞ്ഞും എനിക്ക് റമദാനിലെ പോലെ തന്നെ നടക്കണം എന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ആ മനുഷ്യനിൽ സാധ്യമെന്ന് മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ത്വായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്ന റമദാനിനെ സ്നേഹിക്കണം, റമദാനിനോട് ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ടാവണം. റമദാൻ കൊണ്ട് നമുക്ക് നന്നാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ നന്നാവാ? പരിശുദ്ധ റമദാൻ വന്നിട്ട് നമ്മൾ കുലുങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ കുലുങ്ങാ? റമദാൻ വന്നിട്ട് കണ്ണ് നനഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മുടെ കണ്ണ് നനയാ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം. ശഹ്ർ എന്ന് ചേർത്തിട്ടാ അല്ലാഹു പോലും പറഞ്ഞിട്ടുള്ളത്. ശഹ്ർ എന്ന് ചേർത്തിട്ടാ അല്ലാഹു പോലും റമദാൻ പറഞ്ഞിട്ടുള്ളത്. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ഐഷാ ബീവി റളിയല്ലാഹു അൻഹയാ ഹദീസ് നിവേദനം ചെയ്യുന്നത്. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഫഖറുദ്ദീൻ റാസി ഹദീസ് പറയുന്നതായി കാണാം. ലാ തഖൂലു ജാഅ റമദാൻ വദഹബ റമദാൻ വലാകിൻ ഖൂലു ജാഅ ശഹ്റു റമദാൻ. നിങ്ങൾ സാധാരണ വർത്തമാനത്തിൽ പറയാറുണ്ടല്ലോ, റമദാൻ വന്നു റമദാൻ പോയി, വെറുതെ റമദാൻ എന്ന് മാത്രം റമദാൻ മാസത്തെ പറയല്ലേ, മാസം എന്ന പ്രയോഗവും കൂടി ചേർത്തിട്ട് റമദാൻ മാസം എന്ന് പറയണേ, അല്ലെങ്കിൽ ഷഹ്റു റമദാൻ എന്ന് പറയണേ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റമദാൻ എന്ന് പറയണേ. റമദാൻ എന്ന വാക്ക് വെറുതെ തനിച്ചു പറയല്ലേ. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ SI നമുക്ക് വേണ്ടപ്പെട്ട ആളാ. സ്റ്റേഷനിൽ ചെന്നിട്ട് ആ ആളെ പേര് വിളിച്ചു കഴിഞ്ഞാൽ പറ്റൂല, റെസ്പെക്ട് ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജാഅ റമദാൻ വദഹബ റമദാൻ. റമദാൻ വന്നു, റമദാൻ പോയി, റമദാന്റെ മുമ്പ്, റമദാന് ശേഷം, ഇങ്ങനെ റമദാൻ 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 എന്ന് മാത്രം പറയല്ലേ. അതിനോട് കൂടെ മാസം എന്ന പ്രയോഗവും കൂടി ചേർത്തിട്ട് പറയണം. എന്താണ് കാരണമെന്നറിയുമോ? ഫഇന്നഹു ഇസ്മും മിൻ അസ്മാഇല്ലാഹി തആല. അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്, അള്ളാന്റെ പേരാണ് റമദാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചില ഖബറുകളിൽ കാണാം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, മൂസാ നബിയെ, അവസാന കാലഘട്ടത്തിൽ വരുന്ന സമൂഹത്തിന് 2 ഇരുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ഇരുട്ട്, നമ്മെ പ്രാപിക്കാനുള്ള 2 ഇരുട്ട്.
ആ രണ്ട് ഇരുട്ട് എന്ന് പറയുന്നത് ഒന്ന് ഖബറിലെ ഇരുട്ടാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ട് ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ സന്ദർഭത്തിൽ ഒരു 72 മണിക്കൂർ സൂര്യോദയം ഉണ്ടാവാത്ത ഒരു 3 പകലുകളുണ്ട്. ആ 72 മണിക്കൂർ നമുക്കൊരു ഇരുട്ടുണ്ട്. ആ രണ്ട് ഇരുട്ടുകളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ വല്ലാതെ ഇടങ്ങേറാകുമെന്നാണ്. ആ രണ്ട് ഇരുട്ടുകളിൽ ഒരു മനുഷ്യന് രക്ഷ കിട്ടാൻ 2 വെളിച്ചം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാം. 2 വെളിച്ചം കൊടുത്തിട്ടുണ്ട് 2 ഇരുട്ടുകൾ പ്രാപിക്കുന്നതിന് മുമ്പ്. ഏതാണ് ആ 2 ഇരുട്ടുകൾ? ഖബറിന്റെ ഇരുട്ടും ഖിയാമത്തിന്റെ ഇരുട്ടും. ഏതാണ് റബ്ബേ ആ 2 പ്രകാശം? മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിക്കുക, റബ്ബി മൻ നൂറാൻ, അള്ളാഹുവേ ആ 2 പ്രകാശം ഏതാണ്? അള്ളാഹു പറഞ്ഞു, നൂറു റമളാൻ വനൂറുൽ ഖുർആൻ. ഖുർആനാകുന്ന വെളിച്ചമാ, റമളാനാകുന്ന വെളിച്ചമായി 2 വെളിച്ചമാണ് അവർക്ക് നേരത്തെ ഞാൻ നൽകിയതെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി. ഖുർആന്റെ വെളിച്ചം കിട്ടണം. ഇത് രണ്ടും കൂടി ഇങ്ങനെ സമഞ്ജസമായി സമന്വയിക്കപ്പെട്ടിട്ട് നമ്മുടെ ആരാധനകളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഖുർആനെ റമളാനെ ഒരുമിച്ചാ പറയാം മിക്കവാറും. രണ്ടും ശഫാഅത്താണ്. ഒരു മനുഷ്യന് ശഫാഅത്താണ് ഖുർആനും റമളാനും. അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാണ് റമളാൻ എന്ന് ഖുർആൻ റമളാനിൽ ചേർത്താ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ഖുർആന്റെ അവതരണവും പറഞ്ഞത് റമളാനിൽ എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാ ഖുർആന്റെ അവതരണം. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്. ഈ 2 പ്രകാശത്തെ എങ്ങനെ ചേർത്താ പറയാ? ഈ 2 പ്രകാശം നമ്മളിൽ നേരത്തെ തന്നു. ഈ വരാൻ പോകുന്ന 2 ഇരുട്ടുകൾ എന്ന് പറഞ്ഞല്ലോ, വരാൻ പോകുന്ന 2 ഇരുട്ടുകൾ നമ്മൾ അതിന് സാക്ഷിയാ മുഅ്മിനേ. ഖബറിലാണേൽ പോലും ഖിയാമത്തിന്റെ ഇരുട്ട് നമുക്ക് വന്നുകൂടുമേ. ഖബറിലാണേൽ പോലും ഖിയാമത്തിന്റെ ഇരുട്ട് നമുക്ക് വന്നുകൂടുമേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റമളാനിന്റെ 1-ാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരിമാരെ, റമളാനിന്റെ 1-ാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ 5 സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഹദീസ് പറയുന്നുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദുൽ ഹദീസ് പറയുന്നുണ്ട്. ഉഅതിയതു ഉമ്മത്തി ഖംസതു അസ്യാ ലം തുഅത ലിഅഹദിൻ ഖബ്ലഹും. മുമ്പും റമളാൻ ഉണ്ടായിട്ടുണ്ട്, പൂർവീകരായ സമൂഹങ്ങൾക്ക് റമളാൻ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ നോമ്പിന്റെ നിബന്ധന പറഞ്ഞ പോലെ തന്നെ നമ്മളോട് നോമ്പിന്റെ നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അവരോട് നോമ്പിന്റെ നിബന്ധന പറഞ്ഞതെന്താ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഹൃദയത്തിൽ തട്ടിയ അമലുകളല്ലാത്തൊരു അമലും അല്ലാഹുവിന് വേണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ സമൂഹത്തോട് മാത്രമല്ല, വേദഗ്രന്ഥങ്ങൾ കിട്ടിയ എല്ലാവരോടും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തിൽ തട്ടിയതാ അല്ലാഹുവിന് വേണ്ടത്. ഹൃദയം നന്നാവാനാ നോമ്പുള്ളത്. നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ. ഇതിന്റെ അകത്തേക്ക്, നെഞ്ചിന്റെ അകത്തേക്ക് ഒരു വെളിച്ചം കിട്ടാനാ. നെഞ്ചിന്റെ അകത്തേക്ക് വെളിച്ചം കിട്ടാനുള്ള നോമ്പാണോ ഇതുവരെ നമ്മൾ പിടിച്ചത്? എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു നോമ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചം കിട്ടേണ്ട ഒരു നോമ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ്. നിങ്ങൾ ഓരോരുത്തരും നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ വായ കൊണ്ട് വൃത്തിയില്ലാത്ത ഒന്നും പറയല്ലേ. ഏത് കാലഘട്ടത്തിലാ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. തമാശകളുടെ പിന്നാലെ മനുഷ്യൻ ആർത്തി പിടിച്ചോടുന്ന കാലമാണ്. കോമഡിയോട് മനുഷ്യന്റെ കാതുകൾ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ സീരിയൽ മാമാങ്കത്തെ കുറിച്ച് പറയുമ്പോ കരച്ചിലാണെന്ന് പറഞ്ഞിരുന്നു. ഇന്നങ്ങനെയല്ല. നമ്മൾ കാണുന്ന റിയാലിറ്റി ഷോകൾ മുഴുവൻ കോമഡിയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ആളുകൾക്ക്
പോലും വഴുത് പറയുന്നോടത്ത് തമാശയില്ലെങ്കിൽ വഴുത് ഇഷ്ടമല്ല എന്ന് പറയാൻ സംഘാടകർ മുന്നോട്ട് വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ തമാശയോട് മനസ്സങ്ങ് അലിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ കേട്ടോ, നമ്മളൊരു തമാശ പറയാനും ഏത് സദസ്സിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും ചിരിപ്പിക്കാനും നാം ഓരോരുത്തരും മുന്നോട്ട് വരുന്നോടത്ത് സെക്സിന്റെ ലാഞ്ചനയുള്ള വർത്തമാനം കോമഡിയായി തീരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കണ്ണും കാതും കൽബും സമർപ്പിക്കുന്ന ഓരോ സദസ്സുകളാ നമ്മുടെ മുന്നിലുള്ളത്. ആ കാലഘട്ടത്തിലാ പറയുന്നത്, പരിശുദ്ധ റമളാൻ നമുക്ക് തരുന്ന സംസ്കരണം ഹൃദയത്തിനാ. പരിശുദ്ധ റമളാൻ നമുക്ക് തരുന്ന സംസ്കരണം അല്ലാ എന്ന വിചാരം മനസ്സിൽ കൊണ്ടുവരാനാ. ഫഇദാ കാന യൗമു സൗമി അഹദികും, നിങ്ങളിൽ ഓരോരുത്തരും നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ ഫലാ യർഫുസ്, നിങ്ങളുടെ നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ. നിങ്ങളുടെ നാവ് കൊണ്ട് അല്ല കൂലി തരൂല എന്ന് തോന്നുന്ന ഒരു വർത്തമാനവും പറയല്ലേ. നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹു കൂലി തരുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ പറയാവൂ. മാത്രവുമല്ല വലാ യസ്ഖബ്, ഉറക്കെ സംസാരിക്കല്ലേ. ഖാല റസൂലുള്ളാഹി, ഒരു വലിയ സയ്യിദ് അവറുകൾ, ഒരു വലിയ ഉസ്താദ് നമ്മുടെ ഇടയിലേക്ക് വന്നാൽ അതുവരെയുള്ള തമാശകളൊക്കെ മാറ്റും. നമ്മൾ ആദരിക്കുന്ന ഒരാൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ആള് കേൾക്കുമെന്ന് വെച്ച് നമ്മുടെ ശബ്ദം ഒന്ന് കുറയും. അതൊരു സ്വാഭാവികതയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റമളാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് വലാ യസ്ഖബ്, റമളാൻ കൂടെയുള്ളതിന്റെ പേരിൽ നിങ്ങൾ നിയന്ത്രണമില്ലാതെ ഉറക്ക സംസാരിക്കൽ പോലും അരുതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളടത്ത് ഗീബത്ത് പറയണ്ടെങ്കിൽ ഗീബത്ത് പറയല്ലേ എന്ന് പറയാൻ ഇനി ഒരു വഴല് വേണ്ട. പരദൂഷണവും മേഷണിയും ഫസാദും പറയുന്നതും കളവ് ലജ്ജയില്ലാതെ നാവിൻ തുമ്പിൽ ഉമിനീരിനോടുകൂടെ ഊർന്നിറങ്ങുന്ന മനുഷ്യന്റെ നിർലജ്ജത നൃത്തമാടുന്ന കോമഡി വർത്തമാനങ്ങളും അരുതെന്ന് പറയാൻ റമളാനിന്റെ ഈ മഹത്വം അറിഞ്ഞ ഒരാളുടെ മുന്നിൽ ഇനി വേറൊരു വഴല് വേണ്ട. നിങ്ങൾ അത്രയും സൂക്ഷിക്കണം. ഉറക്ക വർത്തമാനം പറയൽ പോലും, തമാശ പറഞ്ഞ ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന ആ കോപ്രായങ്ങൾ മുഴുവനും റമളാൻ മാസത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആദരിക്കേണ്ട ഒരു മാസം നമ്മളിലേക്ക് കടന്നു വരാ. പുണ്യനബി പഠിപ്പിച്ചു, ആദ്യത്തെ രാത്രി എത്തിക്കഴിയുമ്പോൾ ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, റമളാനിന്റെ ഒന്നാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തുൽ ജിന്നി, കുസൃതി കുട്ടന്മാരായ ജിന്നുകളെയും മനുഷ്യനെ വഴിപിഴപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് ഉതിർത്തെഴുന്നേറ്റ് പോകുന്നതായ പിശാചുക്കളെയും ഇബ്ലീസിന്റെ മുന്നിൽ ശപഥം ചെയ്തു വന്ന ഏത് പിശാചിനെയും മനുഷ്യനെ ഞാൻ പിഴപ്പിച്ചേ വരൂ എന്ന് പറഞ്ഞു പോരുന്ന ഏത് പിശാചിനെയും റമളാനിനെ മാനിച്ചുകൊണ്ട് അല്ലാഹു കെട്ടിയിട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടും മനുഷ്യ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നു, എന്നിട്ടും മനുഷ്യ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുന്നുവോ? എന്താ അതിന്റെ അർത്ഥം? ഞാനൊന്ന് പറയട്ടെ. ഇടച്ചിലുള്ള ആരോടും ഇണങ്ങാത്ത ഒരു മുരിയെ, ഒരു പോത്തിനെ, ഒരു കാളയെ ഒരാൾ കെട്ടിയിട്ടാൽ പിന്നെ അത് ഉപദ്രവിക്കണമെങ്കിൽ, നമ്മെ അത് ശല്യം ചെയ്യണമെങ്കിൽ അതിനെ കെട്ടിയിട്ടോടത്ത് തന്നെ നമ്മൾ ഉണ്ടായാലാ, അതിനെ കെട്ടിയിട്ട ആലയത്തിൽ തന്നെ നമ്മൾ ഉണ്ടായാലാ അതിന്റെ ഉപദ്രവം നമുക്ക് ഏൽക്കൂ. അതിനെ കെട്ടിയിട്ടോടത്ത് നിന്ന് നമ്മൾ അകലെയാണെങ്കിൽ അത് നമ്മെ ഉപദ്രവിക്കൂല. അള്ളാഹു പിശാചിനെ കെട്ടിയിട്ട അതേ ആലയത്തിൽ തന്നെ പിശാചിനോളം നമ്മളും എത്തിയത് കൊണ്ട് നമ്മളെയും അവിടെ കെട്ടിയിട്ടിരിക്കാ. അതുകൊണ്ടാ റമളാനിൽ തെറ്റ്, അതുകൊണ്ടാണ് റമളാനിൽ തെറ്റ്. അതുകൊണ്ടാണ് റമളാനിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത്. റമളാനിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന് ഖസ്വത്തുൽ ഖൽബ് വരുമെന്ന് മഹാന്മാര് പറയാ. ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇനി ഒരിക്കലും അല്ലാ എന്ന വിചാരം കടന്നു വരൽ പ്രയാസമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്നാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ പിശാചിനെ കെട്ടിയിടപ്പെടുന്നു. പിന്നെയോ നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആള്, ഉസ്താദേ എനിക്ക് അക്ഷരം തിരിയൂല, എന്നാലും ഞാൻ മെല്ലെ മെല്ലെ സൂറത്ത് യാസീൻ ഓതുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരാൾ എന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്നും വിളിച്ചു. എന്നോട് പറഞ്ഞു മോന്റെ പ്രഭാഷണങ്ങൾ വല്ലപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരുന്നതാ,
സ്ഥിരമായി കേൾക്കാറുണ്ട്. എന്നാൽ ഞാനൊരു സന്തോഷം പറയട്ടെ, ഖുർആൻ നോക്കി ഓതാൻ അറിയാത്ത ആളായിരുന്നു ഞാൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ജുസ് ഞാൻ ഇന്ന് മനഃപ്പാഠമാണെന്ന് പറയാം. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ജുസ് മനഃപ്പാഠമാണെന്ന് പറയാൻ, അതിന് പ്രചോദനമേയുള്ളവനാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞോണം പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ട് ഞാൻ എത്ര ചെറുതായി പോയെന്നറിയുമോ സഹോദരാ. അള്ളാഹുവിന്റെ ഖുർആനിനോട് നമുക്കൊരു സ്നേഹം തോന്നി. നമ്മൾ അതൊന്ന് എടുത്ത് പഠിക്കാൻ, ഒരു വരിയെങ്കിലും അത് ഓതാൻ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ ഉസ്താദിന്റെ സഹായം എനിക്കുണ്ടാകുമല്ലോ. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ. ഒന്നുമല്ലെങ്കിലും അതിന്റെ തങ്കലിപികളിലേക്ക് കണ്ണ് ചിമ്മാതെ നോക്കി നിന്നുകൊണ്ട് പുണ്യം നുകരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പരിശുദ്ധ ഖുർആൻ എടുത്ത് കയ്യിലേന്തി കഴിഞ്ഞാൽ ആ സമയത്ത് അള്ളാഹുവിന്റെ ആകാശലോകത്ത് നിന്നും മഹാനായ ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, യാ ബാഗിയൽ ഖൈർ, ഓ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അഖ്ബിൽ അഖ്ബിൽ അഖ്ബിൽ, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, മുന്നോട്ട് പോരൂ, മുന്നോട്ട് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാ റമദാൻ മനുഷ്യനെങ്ങനെ നന്നാക്കാണ്. ഹൃദയം നന്നാവാൻ വേണ്ടി നോമ്പ്. ഹൃദയം നന്നാവണം, ഉദരം നന്നാവണം, ശരീരം നന്നാവണം. കൊളസ്ട്രോൾ പെരുന്നാളിന്റെ അന്ന് നോമ്പിന്റെ തലേന്നുണ്ടായതിനേക്കാൾ കൂടുതലാകുന്നു, തൂക്കം കൂടുന്നു. സഹോദരിമാര് റമദാനിൽ ഭക്ഷണം വെക്കൽ ഇല്ല, എന്നാലും പട്ടിണി കിടക്കുന്ന മാസത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ സമയം ചെലവ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഭക്ഷണ വിപണി സജീവമാകുന്നു, അല്ലേ? ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി വെക്കപ്പെടുന്നു. പലചരക്ക് കടയിൽ ബില്ല് കുത്തനെ കൂടുന്നു. പട്ടിണി കിടക്കേണ്ട പരിശുദ്ധ മാസം റമദാൻ. ഇഫ്താർ ആഘോഷമായിരിക്കും. സെലിബ്രേഷൻ മനുഷ്യനിൽ മതപരിധി പോലും ഇല്ലാതെ എല്ലാത്തിലും നോമ്പും ആഘോഷമാണ്. ആഘോഷങ്ങൾക്ക് മനുഷ്യന് യാതൊരുവിധ വിവേകവും ഇല്ലാതെ അലഞ്ഞു നടക്കുന്നോടത്ത് നമ്മുടെ റമദാനെ നശിപ്പിച്ചു കളയരുത്. നോമ്പ് തുറ, ഇഫ്താർ സംഗമങ്ങൾ ആഘോഷങ്ങളായി മാറാം. ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്കാണോ എന്റെ ഈ ചിരി? ഇതുകൊണ്ട് എനിക്ക് കൂലി കിട്ടോ? എന്റെ വർത്തമാനം ഞാൻ അവിടെ പോയിരുന്നാൽ എനിക്ക് കൂലി കിട്ടുമോ? ഞാൻ ആ കേൾക്കൽ, എന്റെ ഇരിപ്പ്, എന്റെ നടത്തം, ഞാൻ ഈ കാണുന്നത്, ഞാൻ ഈ പറയുന്നത്, ഞാൻ പങ്കെടുക്കുന്നത്, ഏതിനാണ് അള്ളാഹു കൂലി തരുന്നതെന്ന് വിവേകിച്ച് അറിയാനുള്ള മനസ്സിന്റെ കരുത്ത് നമുക്ക് കിട്ടിയെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം നന്നാവാനാ അള്ളാഹ് കൂലി തരണമെന്ന് വിചാരിച്ച